നാട്ടിൽ നിന്ന് യുഎയിലോട്ട് ജോബിന് വേണ്ടി വരുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ടും കാണാൻ. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്തിട്ടായിരിക്കും ജോബ് നോക്കാൻ വേണ്ടി യുഎയിലോട്ട് വരുന്നത്. അപ്പം മെയിനായിട്ട് അവർക്ക് ഇപ്പം ജോബിന് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം വിസ കാലയളവ് ഉണ്ടാകും. അതിൽ ആ വാലിഡിറ്റി ഒക്കെ കഴിയാറാകുമ്പോൾ നമുക്ക് ഒത്തിരി ടെൻഷനാകും. ഇപ്പം നോർമലി ആരാണെങ്കിലും വിചാരിക്കും എന്ത് ജോലി കിട്ടിയാലും വേണ്ടില്ല, കിട്ടുന്ന ജോബിന് അപ്ലൈ ചെയ്യാമെന്ന്, കിട്ടുന്ന ജോലി നമുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ബെറ്റർ മാറി തിങ്ക് ചെയ്യാമെന്ന്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് എന്താണോ നിങ്ങൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ CV ഫസ്റ്റ് നോക്കുക കേട്ടോ. CV നല്ല ATS ഫ്രണ്ട്ലി CV ആക്കുക. അതുപോലെ തന്നെ ഒത്തിരി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡാറ്റകളൊന്നും മെൻഷൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണോ ജോബിന് വേണ്ടി നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് മെയിനായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ATS ഫ്രണ്ട്ലി CV ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ UAയിൽ എല്ലാവരും ATS ഫ്രണ്ട്ലി CV ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ 2 കാര്യം മെയിനായിട്ട് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ UAയിലോട്ട് ജോബിന് നോക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിലും UAയിലുള്ളവരാണെങ്കിലും ഇപ്പം ഞാനൊക്കെ ആദ്യത്തെ സമയം വരുന്ന സമയത്ത് ഒത്തിരി ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് എന്താണ് റെസ്പോണ്ട് ഇല്ലാത്തത്. പിന്നീടാണ് ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് നോക്കിയത് എൻ്റെ CVയിലുള്ള മിസ്റ്റേക്സ്. നമുക്ക് എന്ത് കാര്യം അറിയുകയാണെങ്കിൽ പോലും നല്ല ക്ലിയർ ആയിട്ട് CV കൊടുക്കുക, അതാണ് ബെറ്റർ കാര്യം. പിന്നെ ജോബ് ഓപ്പണിങ്ങും വാക്കൻസി നമ്മളിപ്പോൾ ഒത്തിരി അപ്ലിക്കേഷൻസ് UAയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇതിലൊക്കെ കയറി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് വേണ്ട കീവേഡ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മുടെ CV ആയിട്ട് മാച്ച് ആവുമെന്ന് നോക്കുക. അല്ലെങ്കിൽ ആ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ CVയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫസ്റ്റിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യും. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ CVൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ CV നല്ല ഫസ്റ്റിൽ ഇപ്പം UAയിലുള്ളവരാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും ATS ഫ്രണ്ട്ലി CV ആക്കിയിട്ട് വരിക എന്നാണ്. നമ്മൾ CV ക്ലിയർ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ജോബ് ഓപ്പണിങ്ങിനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനൊക്കെ ഇൻ്റർവ്യൂസിനൊക്കെ വിളിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഏത് പൊസിഷനാണോ നമുക്കിവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണ് എല്ലാവരും അപ്ലൈ ചെയ്യാറ്. ഓഫ്ലൈനായിട്ട് നമുക്ക് CV ഡ്രോപ്പ് ചെയ്യാം. ചില സമയത്ത് ആ കമ്പനിയിൽ ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് HR ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ATS ഫ്രണ്ട്ലി CVയിൽ നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് മെയിനായിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നാട്ടിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നാട്ടിലത്തെ എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ UAയിൽ തന്നെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു അപ്ലിക്കേഷൻസ് കയറിയിട്ട് നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ 2-3 ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് സെർച്ചിൻ്റെ അവിടെ നിങ്ങൾ ഏത് പൊസിഷനാണോ ജോബ് നോക്കുന്നത് അതൊന്ന് എൻ്റർ ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 24 hours ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് നിങ്ങൾ കീവേഡ്സും കാര്യങ്ങളും ജോബിൻ്റെ നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക.